മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി അസാധാരണ സംഭവങ്ങളാണ് നടക്കുന്നത്. നാടകീയ സംഭവങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. മുൻ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായി ഏക്നാഥ് ഷിൻഡെയ്ക്ക് അവാർഡ് നൽകിക്കൊണ്ട് ശരത് പവാറാണ് ആദ്യമായി വെടിപൊട്ടിച്ചത്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ശിവസേന സാമ്നയിൽ ലേഖനം എഴുതുകയും ചെയ്തു. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, ശിവസേന ഉദ്ധവ് വിഭാഗത്തിനെ അപ്പാടെ പിളർത്താൻ ഓപ്പറേഷൻ ടൈഗറുമായി ശിവസേന ഷിൻഡെ വിഭാഗം കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് മഹാരാഷ്ട്രയിൽ. മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം. അതിൽ ഉള്ള അസംതൃപ്തരായ നേതാക്കളുമായി ഇതിനോടകം തന്നെ ഷിൻഡെ വിഭാഗം ചർച്ച തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇതിനവർ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ ടൈഗർ എന്നാണ്. 8 എംപിമാരാണ് ഉദ്ധവ് വിഭാഗത്തിനുള്ളത്. ഈ എംപിമാരെ കൂട്ടത്തോടുകൂടി ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ശിവസേനയുടെ മരണമണിയാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുക. ഏതായാലും ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ശിവസേന ഉദ്ധവ് വിഭാഗം എന്ന് പറയേണ്ടി വരും. കോൺഗ്രസുമായി നേരത്തെ തന്നെ അകൽച്ചയിലായിരുന്നു. ഇപ്പോൾ NCP ശരത് പവാറും ഷിൻഡെയോട് ചായ്വ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ശരത് പവാറിന്റെ അവശേഷിക്കുന്ന NCP കൂടി അജിത് പവാർ NCP ലയിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ആവില്ല. കാരണം കേവലം 10 MLA-മാർ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ NCPക്ക് മഹാരാഷ്ട്രയിൽ ലഭിച്ചത്. ഉദ്ധവിനെ സംബന്ധിച്ച് ഇതൊരു നിർണായകമായ നീക്കങ്ങളാണ്, നിർണായകമായ ദിനങ്ങളാണ് വരുന്നത്. ഒരുപക്ഷെ ഷിൻഡെ വിഭാഗം ഈ 8 എംപിമാരെ കൂടി അടർത്തിയെടുത്താൽ അത് ഷിൻഡെ വിഭാഗത്തിന് കരുത്താകുകയും ശിവസേന ഉദ്ധവിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മുസ്ലിം ജാമനാണ്.